അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ യാത്ര നിലാമുറ്റത്തേക്കാണ്. നിലാമുറ്റം കണ്ണൂർ ജില്ലയിലാണ്, തളിപ്പറമ്പ് താലൂക്കിലാണ്. കണ്ണൂർ നഗരത്തിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ വടക്കോട്ട് യാത്ര ചെയ്യണം ഇരിക്കൂറിലെത്താൻ. ഇരിക്കൂർ ടൗണിൻ്റെ ഏതാണ്ട് അവസാന ഭാഗത്തായി അല്ലെങ്കിൽ ഒരറ്റത്തായി ഉള്ള ഒരു പ്രദേശമാണ് നിലാമുറ്റം. വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് നിലാമുറ്റം. നിലാമുറ്റത്തിൻ്റെ പ്രത്യേകത, അവിടെ ഏതാണ്ട് 2 ഏക്കറിലായി പരന്നു കിടക്കുന്ന ഒരു അതിപ്രാചീനമായ മഖ്ബറയുണ്ട് എന്നതാണ്. ഈ മഖ്ബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് സ്വഹാബിമാരാണ് എന്ന അഭിപ്രായമുണ്ട്, താബിഉകളാണ് എന്ന അഭിപ്രായമുണ്ട്. മാലിക് ബിൻ ദീനാറിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന പ്രബോധകന്മാരിൽ ചിലരൊക്കെ ഇവിടെയുണ്ട് എന്ന അഭിപ്രായമുണ്ട്. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ചില സഹാബിമാർ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് എന്ന അഭിപ്രായമുണ്ട്. ഇങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ സ്വാഭാവികമായും ഉണ്ട്. പക്ഷേ ഇതിലേതെങ്കിലും ഒന്നിനെ സ്വീകരിക്കാൻ മാത്രം ബലമുള്ള, ആധികാരികമെന്ന് തോന്നിക്കുന്ന രേഖകളൊന്നും ഇല്ല. അതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ആയതുകൊണ്ട് നമുക്ക് ആധികാരികമായി സത്യസന്ധമായി എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അതിന് രണ്ടിലൊരു മാർഗത്തെ ആശ്രയിക്കുക മാത്രമേ വഴിയുള്ളൂ. ഒന്ന്, നമ്മൾ ആ സ്ഥലം ചെന്ന് കാണുമ്പോൾ അവിടെ നിന്ന് നമുക്ക് അനുഭവപ്പെടുന്ന, മനസ്സിലാകുന്ന കുറേ കാര്യങ്ങൾ, അത് അനുമാനമായി തീരും. ആ അനുമാനം നമുക്ക് നൽകുന്ന അറിവ് കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടേണ്ടി വരും. രണ്ടാമത്തേത്, മറ്റൊരു മാർഗം, ഈ വിഷയത്തിൽ അറിവുള്ളവരും പ്രത്യേകിച്ചും ആത്മീയമായ സൂഫി സരണികളുമായി ബന്ധമുള്ളവരുമായ ആൾക്കാർ, പണ്ഡിതന്മാർ, മഹോന്നതന്മാർ, അത്തരം ആൾക്കാരെ സമീപിക്കുകയും അവരെന്താണ് പറയുന്നത് എന്ന് കേൾക്കുകയും ചെയ്യുക. അവർ സൂക്ഷ്മതയുള്ള ആൾക്കാരാണ്, ഭൗതികമായ താല്പര്യങ്ങളില്ലാത്തവരാണ്. ആയതുകൊണ്ട് അവരുടെ കരങ്ങളിൽ ഉള്ള വിവരണങ്ങൾ ഏതാണ്ട് ആധികാരികമായിരിക്കും. നിലാമുറ്റത്തെ സംബന്ധിച്ച് ആലോചിക്കുമ്പോഴും പഠിക്കുമ്പോഴും മനസ്സിൽ ആദ്യം തെളിഞ്ഞ മുഖം ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി ഉസ്താദ് ഫൈളി അവറുകളുടെ മുഖമാണ്. തളിപ്പറമ്പിലെ അബ്ദുൽ ബാരി ഉസ്താദ് ഈ പ്രദേശത്തെ ഏറ്റവും പ്രസിദ്ധനായ, ഇന്ന് ജീവിച്ചിരിക്കുന്ന, ആധികാരികതയും സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാരിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹം പറയുന്നത്, ഏതാണ്ട് 2-3 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ പ്രദേശത്ത്, അതായത് ഇരിക്കൂറിന് സമീപമുള്ള ഒരു പ്രദേശത്തേക്ക് അഫ്ഗാനിസ്ഥാനിൽ നിന്ന്, കൃത്യമായി പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിലെ ബുനേയറ എന്ന ഒരു ഗ്രാമത്തിൽ നിന്ന് അബ്ദുൽ ഖയ്യൂം തങ്ങൾ എന്ന സാദാത്തുക്കളിൽപ്പെട്ട ഒരാൾ തൻ്റെ കുടുംബവുമായി എത്തിച്ചേർന്നു. അദ്ദേഹം ഇരിക്കൂറിൽ സകുടുംബം താമസമായി. അങ്ങനെ അദ്ദേഹം താമസിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന് ഒരു ദിവസം ഒരു സ്വപ്നം ദർശനമുണ്ടായി. സാലിഹ്യങ്ങളായ ആൾക്കാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള സ്വപ്ന ദർശനങ്ങൾ നൽകാറുണ്ട്. അതിൽ അദ്ദേഹത്തോട് നിർദ്ദേശിക്കുന്നത്, ആ സ്വപ്നത്തിൽ അദ്ദേഹം കണ്ടത്, നമ്മളീ പറഞ്ഞ ഈ 2 ഏക്കറോളം വിസ്തൃതിയിൽ ഇരിക്കൂർ പുഴയുടെ ഓരത്തായി കാണപ്പെടുന്ന
ഈ മക്ബറയിൽ അല്ലെങ്കിൽ ഇതിലെ ഈ നിബിഡമായ ഇടതൂർന്ന് കിടക്കുന്ന ഈ കാട്ടിനുള്ളിൽ ഒരുപാട് മഹാന്മാരുടെ ഖബറുകളുണ്ട്. അത് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയും അതിൻ്റെ മഹത്വം അവരെ ഉദ്ബോധിപ്പിക്കുകയും ചെയ്യണം എന്നായിരുന്നു സ്വപ്നത്തിലുണ്ടായിരുന്നത്. അതനുസരിച്ച് അദ്ദേഹം പ്രദേശത്തുള്ള വിശ്വാസികളായ ആൾക്കാരോട് ഇത് പറയുകയും അവരെ കാണിച്ചു കൊടുക്കുകയും കാടുകളൊക്കെ കുറേയൊക്കെ വെട്ടിത്തെളിച്ച് അവിടെയെല്ലാം പരിശോധിക്കുകയും ചെയ്തു. അപ്പോഴാണ് അദ്ദേഹത്തിന് അതിപ്രാചീനമായ ഖബറുകൾ ഇവിടെ കാണാൻ കഴിഞ്ഞത്. അന്നു മുതലാണ് നിലാമുറ്റം എന്ന മക്ബറ ഉണ്ടായത് എന്നാണ് അബ്ദുൽ ബാരി ഉസ്താദിൻ്റെ ഭാഷ്യം. ഇവിടെ സിയാറത്തിന് ജനങ്ങൾ കൂട്ടമായി വരാൻ തുടങ്ങി. ആ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴും നമുക്ക് അനുഭവപ്പെടുന്ന പോലെ ഇത് നിബിഡമായ വനമാണ്. അതുകൊണ്ട് അമാവാസി ദിവസങ്ങളിലൊക്കെ ഇവിടെ കണ്ണ് കാണാത്ത ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. നേരം ഒരല്പം ഇരുട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒട്ടും വെളിച്ചമില്ല, ഒന്നും കാണാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ ആ സമയത്ത് ആരും ഇങ്ങോട്ട് സിയാറത്തിന് വരാറില്ല. എന്നാൽ ചില ആൾക്കാർ, ഒരുപക്ഷെ ദൂരെ നിന്ന് സിയാറത്തിന് വന്ന ആൾക്കാർ ഇവിടെ എത്താൻ വൈകിയതായിരിക്കാം. എന്തായിരുന്നാലും ഇത്തരം ഒരു രാത്രിയിൽ സിയാറത്ത് ചെയ്യേണ്ട ഒരു സാഹചര്യം ഒരു വിഭാഗം ആൾക്കാർക്കുണ്ടായി എന്നാണ്. അതോടുകൂടെ അവർ ഇനിയിപ്പോൾ ഇരുട്ടത്താണെങ്കിൽ ഇരുട്ടത്ത് എന്ന നിലക്ക് അവിടെ സിയാറത്തിന് വന്നു. അങ്ങനെ സിയാറത്തിന് വന്ന് നോക്കുമ്പോഴാണ് അത്ഭുതം. ഈ പ്രദേശം, ഈ 2 ഏക്കർ നിബിഡ വനം മാത്രം നിലാവിൽ കുളിച്ച് കിടക്കുന്നു. അതുമുതലാണ് ഈ പ്രദേശം നിലാമുറ്റം, നിലാവ് പരന്നു കിടക്കുന്ന മുറ്റം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത്രയാണ് ഈ പ്രദേശത്തെക്കുറിച്ച് നമുക്ക് വിവരിക്കാൻ കഴിയുക, എല്ലാവർക്കും വിവരിക്കാൻ കഴിയുക. ആധികാരികമായ സ്രോതസ്സുകളോ ചരിത്രരേഖകളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ചും. പക്ഷേ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഹിജ്റ ആദ്യ നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന ഏതോ മഹാന്മാരാണ് എന്നത് ഉറപ്പാണ്. അത് ഉറപ്പിക്കുവാൻ നമ്മെ സഹായിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, ഇവിടെ ചില ഖബറുകളിലൊക്കെ അതിൽ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ പേര് കല്ലിൽ കൊത്തിവെച്ചിട്ടുണ്ട്. അത് അറബിയിലാണ്. ആ ലിപികളെല്ലാം കൂഫി ലിപിയാണ്. അതായത് സമാനമായ അക്ഷരങ്ങളെ പരസ്പരം വേർതിരിക്കാൻ വേണ്ടി പുള്ളിയും ചിഹ്നങ്ങളുമെല്ലാം ഉപയോഗിച്ച് തുടങ്ങുന്നതിന് മുമ്പുണ്ടായിരുന്ന അറബി ലിപി. അത് കൃത്യമായി പറഞ്ഞാൽ ഹിജ്റ 60 ശേഷം അല്ലെങ്കിൽ ഹിജ്റ 80 അറബി ലിപിയിൽ അങ്ങനെ ഒരു മാറ്റം വരുന്നത്. അപ്പോൾ അതിന് മുമ്പുള്ള എഴുത്താണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഏതോ മഹാന്മാരാണ് ഇവിടെ അന്തിയുറങ്ങുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. രണ്ടാമത്തെ ഒരു കാര്യം, ഇവിടെ ഈ പ്രാചീനമായ ഖബറുകളെല്ലാം കെട്ടിപ്പൊക്കി ഉയർത്തിയതാണ്. നമ്മുടെ നാട്ടിലെ ഖബറുകൾ കെട്ടിപ്പൊക്കുന്ന ഒരു രീതിയിലല്ല ഇവിടുത്തെ ഖബറുകൾ കെട്ടിപ്പൊക്കിയിട്ടുള്ളത്. അതൊരു വേറിട്ട രീതിയാണ്. കല്ല് ചെത്തിയെടുത്ത് ഖബറിൻ്റെ മേലെ ഉയർത്തി പാകുന്ന ഒരു തരത്തിലാണ് ഇവിടുത്തെ ഈ ഖബറുകൾ കെട്ടിപ്പൊക്കിയിട്ടുള്ളത്. ഇങ്ങനെ ഖബറുകൾ കെട്ടിപ്പൊക്കുന്നത് ആരുടെ സംസ്കാരമായിരുന്നു എന്നത് നാം പരിശോധിക്കുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് ഹിജ്റ 2-ാം നൂറ്റാണ്ട് 3-ാം നൂറ്റാണ്ട് കാലങ്ങളിലൊക്കെ ഡമാസ്കസ്, സിറിയ, ഈജിപ്റ്റ് തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ മറമാടപ്പെടുമ്പോൾ പ്രധാനപ്പെട്ട ആൾക്കാരുടെ ഖബറുകൾ അടയാളപ്പെടുത്താൻ വേണ്ടി ചെയ്തിരുന്ന ഒരു രീതിയാണ് എന്ന് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ടെല്ലാം നമുക്ക് ഇത് വളരെ പ്രാചീനമായ ഏതോ സ്വാലിഹീങ്ങളുടെ ഖബറുകളാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. വിശ്വാസികളായ ആൾക്കാർക്ക്
അത്ര തന്നെ മനസ്സിലായാൽ മതിയാകും. വിശ്വാസമാണല്ലോ എല്ലാം. വസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു.